إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണ്യകനും ഏറെ പൊറുക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു വ്യക്തി, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, മറ്റു മനുഷ്യരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായി തീരേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി മറ്റുള്ള ആളുകൾക്കൊന്നുമില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ഷഹാദത്ത് കലിമ പ്രഖ്യാപിക്കുന്ന വ്യക്തിയിൽ വന്നു ചേരുന്നുണ്ട്. ഞാൻ അല്ലാഹുവിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും പ്രവാചകന്മാരിലും മരണാനന്തര ജീവിതത്തിലും ഖദായിലും ഖദറിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു മുഅ്മിൻ ഇത് പ്രഖ്യാപിക്കാത്ത, ഇതിൽ വിശ്വസിക്കാത്ത ആളുകളിൽ നിന്ന് ജീവിതത്തിലുടനീളം വ്യത്യസ്തനായിരിക്കണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല, മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കുക സാധ്യമല്ല, മറ്റുള്ളവർ നിലപാടുകൾ എടുക്കുന്നത് പോലെ നമുക്ക് നിലപാടുകൾ എടുക്കുക സാധ്യമല്ല. മറിച്ച് മഹനീയമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉന്നതമായ ഒരു ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി ജീവിക്കേണ്ടവനാണ് ഏതൊരു മുസ്ലിമും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം എന്നത് അയാൾ സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സുന്നത്തിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടായിരിക്കണം ഓരോ മുസ്ലിമും ജീവിക്കേണ്ടത്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വലിയ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുമുണ്ട്. പലപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ യാന്ത്രികമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മതം പഠിക്കലും അതനുസരിച്ച് ജീവിക്കലും മതചിട്ടയോടുകൂടി കുടുംബത്തിൽ കഴിയലുമൊക്കെ പുരുഷന്മാരുടെ ദൗത്യമാണ്. മറിച്ച് എൻ്റെ ജോലി ഭക്ഷണമുണ്ടാക്കുക, വസ്ത്രമലക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക, മക്കളെ വളർത്തുക, അവരെ സ്കൂളിൽ പറഞ്ഞയക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക,
ഇതിനപ്പുറത്ത് ഒരു ദൗത്യം തൻ്റെ ജീവിതത്തിനുള്ളതായി പലപ്പോഴും സ്ത്രീകളിൽ ഭൂരിപക്ഷവും കരുതുന്നില്ല, മുസ്ലിമീങ്ങളായവർ പോലും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിന് പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ഉന്നതമായ ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ്. അതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക ലോകത്തിന് കാരുണ്യമായി നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളും നമ്മുടെ ഉമ്മമാരുമായ പ്രവാചകൻ്റെ ഭാര്യമാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത് വ അസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകൻ്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. എന്താണ് ഉമ്മമാരുടെ ദൗത്യം? മക്കളെ ഏറ്റവും നന്നായി വളർത്തുക. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് മാതൃക അവരുടെ ഉമ്മയാണ്. ഏതൊരു പെൺകുട്ടിക്കും മാതൃകയാവേണ്ടത് തൻ്റെ ഉമ്മയാണെങ്കിൽ, മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയാകേണ്ടത് നമ്മുടെ ഉമ്മമാരായ പ്രവാചകൻ്റെ ഇണകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഉമ്മമാരാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലുടനീളം ആ ഉമ്മമാരെ മാതൃകയാക്കാൻ മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ, ഭാര്യമാർ തയ്യാറാവേണ്ടതുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ലോക ജീവിതത്തേക്കാൾ അവർ നിയ്യത്താക്കിയതും അവർ ഉദ്ദേശിച്ചതും പരലോകം മാത്രമായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭൗതികമായ ചില വിഭവങ്ങൾ അവർ അധികം ചോദിച്ചപ്പോൾ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക്, നബിയെ താങ്കളുടെ ഭാര്യമാരോട് പറയണം. എന്താ പറയേണ്ടത്? മറ്റുള്ള സ്ത്രീകളെപ്പോലെ, മറ്റു മതസ്ഥരെ പോലെ, മറ്റു ദർശനത്തിൻ്റെ വക്താക്കളെപ്പോലെ ലോകത്ത് മറ്റു സ്ത്രീകൾ ജീവിക്കുന്നത് പോലെ തന്നെയാണ്, അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ വസീനതഹാ, ഐഹിക ജീവിതവും ഇതിലെ അലങ്കാരവുമാണ് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ, ഫതആലൈൻ ഉമത്തിഉകുൻ വ ഉസർരിഹ്കുന്ന സറാഹൻ ജമീല, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ്റെ ഭാര്യമാരായിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് വരൂ, നിങ്ങളുടെ വിവാഹമോചന മൂല്യം എത്രയാണോ അത് നൽകി നിങ്ങളെ വളരെ ഭംഗിയായി ത്വലാഖ് ചൊല്ലി നിങ്ങളെ പിരിച്ചയക്കും ഞാൻ. അതല്ല, വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറഹ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ. അതല്ല, അള്ളാഹുവിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റസൂലിനെയാണോ ഉദ്ദേശിക്കുന്നത്? പരലോകമാണോ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ മുഹ്സിനാത്തുകളായ ആ സ്ത്രീകൾക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ മനസ്സിലെ ഇറാദയെ, ഉദ്ദേശത്തെ അള്ളാഹു മാറ്റുകയാണ്. ദുനിയാവ് ഉദ്ദേശിക്കരുത്, ഭൗതിക നേട്ടം ഉദ്ദേശിക്കരുത്, മറിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും മരണാനന്തര ജീവിതത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം പരലോകമായിരിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കുമ്പോൾ ആത്യന്തികമായ ലക്ഷ്യം പരലോകമായിരിക്കണം. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഓരോ നീക്കങ്ങളെയും പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ഭാര്യയായി തീരുവാൻ, മഹാനായ പ്രവാചകൻ്റെ ഭാര്യയായി തീരുവാനെല്ലാം നിങ്ങൾ അർഹരായി തീരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ വചനം അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഒന്നാമതായി അതിന് മറുപടി നൽകിയത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് നിങ്ങൾ മതി, എനിക്ക് പരലോകം മതി, ഇതല്ലാത്ത ഭൗതികമായ ഒന്നും എനിക്ക് വേണ്ടതില്ല. ഈ മറുപടി മറ്റു ഭാര്യമാരെ അറിയിച്ചില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ഭാര്യമാരും ഐക്യകണ്ഠേന പറഞ്ഞു, ഞങ്ങൾക്ക് ദുനിയാവല്ല വേണ്ടത്, ഞങ്ങൾക്ക് ദീനാണ് വേണ്ടത്, ഞങ്ങൾക്ക് ആഖിറത്താണ് വേണ്ടത്, പരലോകമാണ് വേണ്ടത്.
എന്നവർ ഐക്യഖണ്ഡേന പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ഉമ്മമാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആ ഉമ്മമാർ ഏതൊരു മാതൃകയാണോ പ്രിയപ്പെട്ട സഹോദരികളെ നമുക്ക് ബാക്കി വെച്ചത്, ആ മാതൃക പിൻപറ്റിക്കൊണ്ടായിരിക്കണം മുസ്ലിം ഉമ്മത്തിലെ ഓരോ സ്ത്രീകളും ജീവിക്കേണ്ടത് എന്ന തത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ശ്രദ്ധേയമായ സ്ഥാനമുണ്ടായിരുന്ന മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ആ ഉമ്മയിൽ നമുക്കൊരുപാട് മാതൃകയുണ്ട്. നബിയുടെ ആ ഇണയിൽ നമുക്കൊരുപാട് മാതൃകയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എന്തു ചിന്തിക്കുമ്പോഴും അത് തങ്ങളുടെ പരലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്ന സ്വഭാവമായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്കുണ്ടായിരുന്നത്. ഒരിക്കൽ അവർ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, യഗ്സു വർ-റിജാൽ വലാ നഗ്സു വഇന്നമാ ലനാ നിസ്ഫുൽ മീറാസ്. അല്ലാഹുവിൻ്റെ റസൂലേ, പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അവസരമില്ലല്ലോ. മാത്രമല്ല ഞങ്ങൾക്ക് മീറാസിൽ, അനന്തരാവകാശ സ്വത്തിൽ പകുതിയാണല്ലോ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സ്വത്ത് കുറഞ്ഞു പോയതിൻ്റെ വിഷയമല്ല, മറിച്ച് മറ്റൊരു റിവായത്തിലുള്ളത്, യാ നബി അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസനൈൻ, രണ്ട് സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷൻ ഒറ്റക്കുണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ പകുതിയാണ് ഒരു സ്ത്രീക്ക്. സാക്ഷ്യത്തിൻ്റെ വിഷയത്തിലോ ഷഹാദത്തും റഅതൈനി ബിറജുലിൻ, രണ്ട് സ്ത്രീകൾ ഒരു പുരുഷന് പകരമാണ് സാക്ഷ്യം പറയേണ്ടത്, അവിടെയും നിസ്ഫ് പകുതിയാണ്. ഫനഹ്നു ഫിൽ അമലി ഹകദാ ഇൻ അമിലത് ഇംറഅത്തുൻ ഹസനതൻ കുതിബത് ലഹാ നിസ്ഫു ഹസന. അതാണ് അറിയേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലെ, ദുനിയാവിലെ ഈ വിഷയത്തിൽ പലതിലും ഞങ്ങൾക്ക് പകുതിയാണ്. ഇതേപോലെ തന്നെയാണോ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഞങ്ങളൊരു പുണ്യം ചെയ്താൽ പുരുഷൻ്റെ പകുതി പ്രതിഫലമാണോ ഞങ്ങൾക്കുള്ളത്? ഇതാണ് ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെയും അതേപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലെയും വചനങ്ങൾ അവതരിപ്പിച്ചു. എന്താണ് സൂറത്തുൻ നിസായിലുള്ളത്? വലാ തതമന്നൗ മാ ഫദ്ദല അല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് ലിർരിജാലി നസീബും മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. നിങ്ങളിൽ ഒരാളും മറ്റൊരാൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തിൽ അസൂയ വെക്കരുത്, ആഗ്രഹം പ്രകടിപ്പിക്കരുത്. പുരുഷന്മാർക്ക് 2 ഓഹരി കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് മുഴുവനും അവർ കുടുംബത്തിൽ ചെലവഴിക്കണം. എന്നാൽ സ്ത്രീകൾക്ക് അതിൻ്റെ നേർപകുതി കിട്ടും, പക്ഷേ അതിൽ ഒരു ദിർഹം പോലും അവർ ചെലവഴിക്കേണ്ടതില്ല. അത് പൂർണ്ണമായും അവർക്ക് പോക്കറ്റ് മണിയാണ്. അവർ കുടുംബത്തിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവരോട് ചോദിക്കുകയില്ല, പുരുഷനോട് ചോദിക്കും. അതുകൊണ്ട് അവന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് കൂടുതൽ ധനം നൽകി. അതൊരിക്കലും അവർക്കൊരു പ്രയാസമല്ല. പിന്നെയോ ആ നിസ്ഫ് തന്നെ ഏറെ ആശ്വാസമാണ്. പിന്നെ സാമ്പത്തികമായ കണക്കുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ സാക്ഷ്യം വഹിക്കണം. കാരണം പുരുഷനെപ്പോലെ പലപ്പോഴും മെമ്മറി ഉണ്ടാകുവാനും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ കണിശത പാലിക്കാനും ഒരു വേള അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു സഹായമായി നിശ്ചയിച്ചതാണ് എന്താണ്? ഒരാളുടെ കൂടി ഹെൽപ്പ്, അതവർക്ക് സഹായമാണ്. എന്നാൽ പുണ്യത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. പിന്നെയോ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അള്ളാഹു തറപ്പിച്ചു പറഞ്ഞു, എന്നാൽ പുണ്യത്തിൻ്റെ ഈമാനിൻ്റെ സൽക്കർമ്മത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 2 കൂട്ടരും ഒരുപോലെയാണ്. ഒരു കുറവും അള്ളാഹു വരുത്തുകയില്ല. മുസ്ലിമീങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും
മുഅ്മിനുകളായ സ്ത്രീകളും പുരുഷന്മാരും, വിനയാന്വിതരായ സ്ത്രീകളും പുരുഷന്മാരും, സത്യം മാത്രം പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും, ക്ഷമാലുക്കളായ സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിനെ ധാരാളമായി ഭയപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, തങ്ങളുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമാ. അള്ളാഹു അവർക്ക് വമ്പിച്ച മഗ്ഫിറത്തും വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറവും വരുത്തുകയില്ല. ഇന്നി ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅദുകും മിൻ ബഅദ്. ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ അംശം പോലും അള്ളാഹു കുറയ്ക്കൂല. ആണിൽ നിന്നാണ് പെണ്ണുണ്ടായത്, അവർ രണ്ടുപേരിൽ നിന്നുമാണ് ആണും പെണ്ണും ഉണ്ടായത്. ഒരു വ്യത്യാസവും അവിടെ ഇല്ല. ബഅദുകും മിൻ ബഅദ്, നിങ്ങളിൽ നിന്ന് ചിലർ മറ്റു ചിലരിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ്. ഒരു വ്യത്യാസവും അവിടെ ഇല്ല. അള്ളാഹു സമ്പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാകട്ടെ പെണ്ണാകട്ടെ അമലു സ്വാലിഹാത്തുകൾ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ശരിയായ ഈമാനുള്ളവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുത്തു. മറ്റൊരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, മാ ലനാ ലാ നുദ്കറു ഫിൽ ഖുർആൻ കമാ യുദ്കറു റിജാൽ. പുരുഷന്മാരെക്കുറിച്ച് പറയുന്നത് പോലെ സ്ത്രീകളായ ഞങ്ങളെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഖുർആനിൽ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല എന്നവർ പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തൊട്ടടുത്ത വെള്ളിയാഴ്ച ദിവസം ഇതേപോലെ വെള്ളിയാഴ്ച ഒരു മിമ്പറിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അയ്യുഹന്നാസ് ഖാലല്ലാഹു തആല ഫീ കിതാബിഹി. മനുഷ്യരെ, ജനങ്ങളെ, അള്ളാഹു ഇതാ അവൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന ആയത്ത് മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചും അവർക്കുള്ള പ്രതിഫലത്തെ സംബന്ധിച്ചും അവരുടെ അമലുകളെക്കുറിച്ചുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞ 10 ക്വാളിറ്റികൾ പരിശോധിക്കുക. സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായം 35-ാമത്തെ വചനം, 10 ക്വാളിറ്റികൾ. ആ 10 ക്വാളിറ്റികളും പുരുഷന്മാർക്ക് ഉണ്ടാവേണ്ടതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. മതം എന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് എന്ന് ഒരാളും ധരിക്കാൻ പാടില്ല. മാത്രമല്ല, സത്യവിശ്വാസികളുടെ ഭാര്യമാരായിരിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിരിക്കാൻ, ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പകരം ഞാൻ ചിലരെ പ്രവാചകന് നൽകും. അവർ മുഅ്മിനുകളായിരിക്കും, മുസ്ലിമുകളായിരിക്കും, ഖാനിത്തുകളായിരിക്കും, തായിബാത്തുകളും ആബിദാത്തുകളും സായിഹാത്തുകളുമായിരിക്കും. അള്ളാഹുവിലേക്ക് ഏറെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന തായിബാത്തുകൾ തൗബ ചെയ്യണം. ആബിദാത്തുകളായിരിക്കണം, ആരാധനകളിൽ മുഴുകണം. അതും പുരുഷൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഇബാദത്തുകൾ, ഖുർആനിൻ്റെ ഖിറാഅത്ത്, പഠിക്കൽ, ദിക്റുകൾ ചൊല്ലൽ, പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കും അതിൽ ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആബിദാത്തുകൾ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെയും സൂറത്തു തഹ്രീമിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മഹനീയമായ സ്വഭാവങ്ങളുടെ ഉടമകളായി മാറാൻ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ തയ്യാറാവണം. ആ വിഷയത്തിൽ നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ മാതൃകയാക്കണം. ഓരോ ഭാര്യമാരും ഓരോ വിഷയത്തിലും ഒന്നിലൊന്ന് മെച്ചമായിരുന്നു. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അവർ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു ആദ്യത്തിൽ.
അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കല്യാണം കഴിച്ചത്. അവർക്ക് പ്രവാചകനോട് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം നേരത്തെ ദുനിയാവ് ദീനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നെങ്കിൽ ഇത് തീർത്തും ഭൗതികമായ ഒരു വിഷയമാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അലി അജ്റുൻ അൻ ഉൻഫിഖ അലാ ബനി അബീ സലമ, അബൂ സലമയുടെ മക്കൾ, അദ്ദേഹത്തിലൂടെ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. ഞാൻ അവർക്ക് സാമ്പത്തികമായി ചെലവഴിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ടാകുമോ? അതാണ് ചോദ്യം. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ അതെനിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയെ യഥാർത്ഥത്തിൽ ആ സൽക്കർമ്മത്തിന് പ്രേരിപ്പിക്കേണ്ടത്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കേവല ചടങ്ങുകളല്ല, മറ്റുള്ള ആളുകൾ കാണിച്ചു കൂട്ടുന്നത് പോലെ ഭൗതികമായ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയുള്ള കേവല സെറ്റപ്പുകൾ മാത്രമല്ല, അതിനപ്പുറത്താണ് സത്യവിശ്വാസികളുടെ ചിന്തയും കാഴ്ചപ്പാടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം അൻഫിഖി അലൈഹിം വലക്കി അജ്റു മാ അൻഫഖ്തി അലൈഹിം, നീ ചെലവഴിക്കണം, നീ അവർക്ക് വേണ്ടി ചെലവഴിക്കണം, അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകും. കൂടെ അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടി പറഞ്ഞു, ഇയാലുക്കി ഇയാലി, നിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെയും കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയെല്ലാം വിവാഹം കഴിച്ചിട്ടുണ്ടോ അവർക്ക് അതിനു മുമ്പുണ്ടായിരുന്ന ഭർത്താക്കന്മാരിലൂടെ ഉണ്ടായ മുഴുവൻ മക്കളെയും സ്വന്തം മക്കളെപ്പോലെ ഞാൻ സംരക്ഷിക്കും. അല്ല, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഞാനൊരു ഉപ്പയുടെ സ്ഥാനത്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ ഭാര്യമാരോ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്തും. എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ, ഒരു ഉമ്മ, ആത്മാർത്ഥതയുള്ള ഒരു ഉപ്പ, ആത്മാർത്ഥതയുള്ള ഒരു ഉമ്മ തങ്ങളുടെ മക്കളുടെ വിജയത്തിന് വേണ്ടി, ഇഹത്തിലും പരത്തിലുമുള്ള അവരുടെ നന്മയ്ക്ക് വേണ്ടി എത്രമാത്രം ആത്മാർത്ഥമായി തർബിയത്ത് നടത്തുന്നുവോ അതേപോലെ അല്ലാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശിക്ഷണങ്ങളും മര്യാദകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരും അങ്ങനെ തന്നെ മാനവ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മാന്യമായ ജീവിതം ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ജീവിതത്തിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുള്ള ആ ഉമ്മമാരെ, അതേപോലെ തന്നെ ഉപ്പയുടെ സ്ഥാനത്തെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞ കാരുണ്യവാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഉന്നതമായ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ധാർമ്മിക വിശുദ്ധിയിലൂന്നിയ ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പ്രത്യേകം പറഞ്ഞു, യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെ പോലെയല്ല, നിങ്ങളെല്ലാവർക്കും മാതൃകയാവേണ്ടവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം. അന്യപുരുഷന്മാരോട് അനാവശ്യമായി സംസാരിക്കരുത്. ഇനി സംസാരിക്കേണ്ടി വന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള രോഗികളായ കാമഭ്രാന്തന്മാർക്ക് താല്പര്യം ജനിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല. സംസാരത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. പൂർണ്ണമായ ഹിജാബ് ധരിക്കാൻ പറഞ്ഞു. ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ
ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ. സ്വഹാബത്തിനോടാണ് പറയുന്നത്, നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു മറയുടെ ഇപ്പുറത്തുനിന്നും ചോദിക്കണം. നിങ്ങളുടെയും അവരുടെയും ഹൃദയങ്ങളുടെ പരിശുദ്ധിക്ക് അതാണ് ഖൈർ. യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅദൈൻ. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ സ്ത്രീകളോടും അവരുടെ മൂടുപടം ധരിച്ചുകൊണ്ട് ശരീരവും മുഖവുമെല്ലാം മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറയണം. അവർ തിരിച്ചറിയപ്പെടാനും അക്രമികളായ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ അവരെ ഉപദ്രവിക്കാതിരിക്കാനും വേണ്ടി. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. പൂർവകാല ജാഹിലി സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് പോലെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത്. പിന്നെ എന്ത് വേണം? വീട്ടിലടങ്ങിക്കഴിയണം. വീട്ടിൽ എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഖുർആനിലൂടെ ഹദീസിലൂടെ ഇസ്ലാം പഠിപ്പിച്ച ഉന്നതമായ മൂല്യങ്ങൾ പഠിച്ച് നല്ല മതബോധമുള്ള ആളുകളായി മാറൂ. ദീന് പഠിക്കൂ, ഖുർആൻ ഓതൂ, ദിക്റുകൾ ചൊല്ലൂ, കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കൂ. മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ഗൗരവം കുറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? വ്യഭിചാരം സാർവത്രികമായി. ഒരാൾക്കും രാവിലെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭാര്യ വീട്ടിലുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത വിധം പെൺകുട്ടികളും ഭാര്യമാരും ഉമ്മമാരും എല്ലാവരും ഒളിച്ചോടുകയാണ്. വ്യഭിചാരമാണത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളുടെ ഗൂഢതന്ത്രമാണത്. അതിലൂടെ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും തകർത്തെറിയുവാനുമാണ് അവരുദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ഗൗരവം കാണിക്കാത്തത്? മുസ്ലിം സ്ത്രീകൾ, ഉമ്മമാർ, ഉപ്പമാർ എന്തുകൊണ്ട് ഗൗരവം കാണിക്കുന്നില്ല? ഈ ഉമ്മത്തിനോട് ഏറെ സ്നേഹമുണ്ടായിരുന്ന മഹാനായ പ്രവാചകൻ സ്ത്രീകളുടെ വേഷവിധാനത്തിലും അന്യപുരുഷന്മാരുമായിട്ടുള്ള അവരുടെ ഇടപെടലിലും എന്തെല്ലാം മര്യാദകൾ പാലിക്കണമെന്ന് വാചാലമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദഗ്രന്ഥവും അങ്ങനെ തന്നെ. അതിൽ ഏതെങ്കിലും ഒന്ന് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പൂർവിക കാലഘട്ടം കാണാത്ത വിധമുള്ള മാറാ രോഗങ്ങളും കുടുംബ ഛിദ്രതയും സാമൂഹിക വിനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഈ തലതിരിഞ്ഞ അധർമ്മങ്ങളും അസത്യവും അനീതിയും തോന്നിവാസങ്ങളും വൃത്തികേടുകളും വ്യഭിചാരവും കൊടികുത്തി വാഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഖുർആനിൻ്റെയും ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും സന്ദേശങ്ങൾ നിത്യപ്രസക്തമായി നിലകൊള്ളുന്നു. സമാധാനവും ശാന്തിയും നന്മയും പുണ്യവും നിറഞ്ഞ നല്ല ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപ്പമാരെ, ഉമ്മമാരെ, പെൺകുട്ടികളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികളെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക, ഇസ്ലാമിൻ്റെ ധാർമ്മികത പഠിപ്പിക്കുക, വീട് വീടാന്തരം കയറിയിറങ്ങി പഠിപ്പിക്കുക, എല്ലാവരെയും ബോധവൽക്കരിക്കുക. എത്രയെത്ര സംഭവങ്ങളാണ് ഒളിച്ചോട്ടവും മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൂടെ ഒളിച്ചോടുന്നു. അവസാനം വ്യഭിചാരശാലകളിലോ ആത്മഹത്യകളിലോ അഭയം കണ്ടെത്തേണ്ടി വരുന്ന ദുരവസ്ഥയാണ് മുസ്ലിം ഉമ്മത്തിലെ ഓരോ നാടുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്ലാം സമാധാനം തന്നെയാണ്. ഇസ്ലാം മാത്രമാണ് സമാധാനം. അതിൻ്റെ നിയമങ്ങളെ നിങ്ങൾക്ക് സമാധാനം നൽകുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടുമാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്. അതുകൊണ്ട് ഖുർആനിലേക്ക്, ഹദീസിലേക്ക്, ഇസ്ലാമിൻ്റെ ആദർശത്തിലേക്ക്, സന്ദേശത്തിലേക്ക് മടങ്ങി വരണം, ശക്തമായി തിരിച്ചു വരണം, ശക്തമായ ഉത്ബോധനവും പ്രബോധനവും നാം നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്
ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زائد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.